സിനിമയിലും ജീവിതത്തിലും നീതി പാലിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുത്താൽ എങ്ങനെയുണ്ടാകും? മലയാളികൾക്ക് സുപരിചിതനായ നടനും സ്പെഷ്യൽ ബ്രാഞ്ച് SIയുമായ പി ശിവദാസനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പേജ് 3 കോളങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നടന്ന ഒരു വാഹനാപകടമാണ് ഈ താരത്തെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പ്രതിക്കൂട്ടിലെത്തിച്ചിരിക്കുന്നത്. ലഹരിയും വേഗതയും ചേർന്നപ്പോൾ കൈവിട്ടുപോയ ആ രാത്രിയുടെ വിശദാംശങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. വെള്ളിയാഴ്ച രാത്രിയാണ് ശിവദാസൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ചത്. അപകട സ്ഥലത്തെത്തിയ മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ തങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ SI മദ്യലഹരിയിലാണെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ പോലീസ് കേസെടുക്കുകയും നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. സാധാരണക്കാർ മദ്യപിച്ച് വാഹനമോടിച്ചാൽ വാർത്തയാകാറുണ്ട്. എന്നാൽ നിയമം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പിടിക്കപ്പെടുമ്പോൾ അത് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു സിനിമാ താരം കൂടി ആയതുകൊണ്ടാണ് ഈ വാർത്ത ഇത്രമേൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശിവദാസനെതിരെയുള്ള കമൻറ്റുകളുടെ വൻ പ്രവാഹമാണ്. ആരാധകർക്ക് മാതൃകയാകേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പലരും പ്രതികരിക്കുന്നത്. പോലീസുകാരൻ തന്നെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ പുതിയതല്ലെങ്കിലും ഒരു സെലിബ്രിറ്റി ഇതിൽ ഉൾപ്പെടുമ്പോൾ അതിൻ്റെ ആഘാതം കൂടുന്നു. പോലീസുകാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മദ്യപാനശീലവും ഇത്തരം അപകടങ്ങളും ഇതിനോടകം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ശിവദാസിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കുകയാണെന്നും വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല ചിത്രങ്ങളിലും ഗൗരവക്കാരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ നടനാണ് ശിവദാസ് കണ്ണൂർ. പോലീസിലെ തിരക്കുകൾക്കിടയിലും കലയെ സ്നേഹിച്ച താരം ഇത്തരമൊരു വിവാദത്തിൽപ്പെട്ടത് സഹപ്രവർത്തകർക്കും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇങ്ങനെയൊരു അബദ്ധം പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പൊതുജനാഭിപ്രായവും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കേരള പോലീസ്. സെലിബ്രിറ്റി എന്ന ലേബൽ ശിക്ഷയിൽ നിന്ന് ആരെയും രക്ഷിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ സംഭവം നൽകുന്നു. ശിവദാസ് കണ്ണൂർ തൻ്റെ സിനിമകളിൽ മിക്കപ്പോഴും ഒരു പോലീസുകാരനായി തന്നെയാണ് എത്താറുള്ളത് എന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ അപകടം നടന്ന സമയം അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നോ അതോ ഓഫ് ഡ്യൂട്ടിയിലായിരുന്നോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ സൽപ്പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ കരിയറിന് വലിയൊരു കറുത്ത പാടായി മാറിയിരിക്കുകയാണ്. ലഹരിയിൽ ജീവിതം അപകടത്തിലാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.